നമസ്കാരം. അയ്യോ എന്നോടൊന്നും പറഞ്ഞില്ല. ഓക്കെ, എന്താ മിഷ്ക, ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് പുതിയ ചെടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച്. മിഷ്ക, നീ വരുന്നുണ്ടോ? എന്നെ കൊണ്ടുപോകണോ? അത് നീ ഉറങ്ങാൻ പോവാണോ? ഏഷ്യ നോക്കിയേ. മിഷ്ക gonna sleep, right? No, can't do that. Why you're angry? Miska is ഭയങ്കര irritated girl. Miska is ഭയങ്കര irritated girl. So I'm not taking her. ഞാൻ ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് പുതിയ എന്തെങ്കിലും ചെടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഓൾറെഡി കുറേ സാധനങ്ങൾ മേടിച്ചതാണ്. എന്തെങ്കിലും ഡിസ്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കണം എന്ന്. സെയിലിന് ചിലപ്പോൾ പ്ലാൻസ് കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേടിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയാണ്. അപ്പം ഞങ്ങൾക്ക് സമ്മർ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് നല്ല ചെടികൾ മേടിച്ച് നട്ട് പ്ലാന്റ്സോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ബലം കിട്ടണം. എന്നിട്ട് ഫോൾ ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ നമുക്ക് വിൻ്റർ മൊത്തം ഇങ്ങനെ ഡ്രൈ ആയി കിടന്നിട്ട് അതിൽ നിന്ന് സമ്മർ പെട്ടെന്ന് വന്നിട്ട് ഒരു മുറ്റത്താണെങ്കിലും ചെടി അങ്ങനെ പൂക്കൾ അങ്ങനെ കാണുമ്പോഴത്തേക്കുള്ള ഒരു പച്ചപ്പിൻ്റെ ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു മലയാളി ത്വര എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് ഇതിൽ ഹൈ ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ കൂട്ട് മണ്ണ് വരെ മേടിക്കണം. ബാൽക്കണി അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് മണ്ണ് മേടിക്കണം. ഇതിൻ്റെ മിറക്കിൾ ഗ്രോ പോലെയുള്ള സാധനങ്ങൾ മേടിക്കണം. ചെടി അതിനേക്കാളും എക്സ്പെൻസീവാണ്. എല്ലാ വർഷവും ചെടിയുടെ വില ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു കുഞ്ഞ് പാറ്റിയോ ആണുള്ളത്. ചെടി മാത്രമേ എനിക്ക് സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യമുള്ളൂ. എന്നാൽ പോലും എൻ്റെ ഒരു കുഞ്ഞ് സൗകര്യത്തിൽ ഞാൻ കുറച്ച് ചെടികൾ ഈ 5 മാസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിലും നടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു 2-3 ഗാർഡൻ സെൻറ്റർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അവിടെ പോയതാണ്. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സെയിലുണ്ടോ എന്ന് നോക്കാം. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് നാട്ടിലത്തെ ചെടികളും ഇവിടുത്തെ എന്തൊക്കെയാണ് അവൈലബിൾ ആണ് ഉള്ളത് എന്നുള്ള ഒന്ന് കമ്പയർ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി. മിഷ്ക, ഓ മൈ ഗുഡ്നസ്, യു ഗോണ സ്ലീപ്പ്. ഞാൻ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞ് അപ്പം തന്നെ ചാടിക്കയറി കിടന്ന് ഉറങ്ങുന്ന നോക്കി. എന്തൊരു പണിയാടി നീ കാണിക്കുന്നത്? വരുന്നില്ലെന്ന് ഉറപ്പാണോ? മിഷ്ക, ഞാൻ ബൈ ബൈ പോവാണ്. മൈൻഡ് പോലും ചെയ്യുന്നില്ല. സീംസ് ലൈക്ക് മിഷ്ക ഈസ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. അപ്പം ശരി മിഷ്ക, ഞാൻ പോവാണ്. ബൈ ബൈ. ബി ഗുഡ് ഗേൾ. കൗച്ചൊന്നും മാന്തരുത്. എല്ലാം കേട്ടോന്ന് എവിടെ? അപ്പൊ ശരി, ഞാൻ പോവാട്ടോ. മിഷ്ക വന്ന് നോക്ക്. ഡ്രൈവ് ചെയ്തുകൊണ്ട് വർത്താനം പറയാന്ന് പറയുന്നത് അത്ര ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതൊരു സിറ്റി ഡ്രൈവ് ആണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. കനേഡിയൻ ടയർ ഇതിൽ ഗാർഡൻ സെൻറ്റർ കനേഡിയൻ ടയർ ഉണ്ട്. പിന്നെ PC ഫൈനാൻഷ്യലിലെ ഗാർഡൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും പോയി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ പോകുന്ന വഴി വേറെ 1-2 കാര്യങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞേക്കാം. എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയതാണ്. അതായത് ശരിക്കും വിൻ്റർ കൺട്രീസിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം, വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡെഡ് ആണ്. ടോട്ടലി -20, -30 അത്ര ടെമ്പറേച്ചർ. ഒരു 3 മണി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സണ്ണൊക്കെ പോകും, സൺസെറ്റ് ആകും. 3 മണി 3:30 ആകുമ്പോൾ തന്നെ സൺസെറ്റ് ആകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, മൊത്തം ഒരു ഗ്ലൂമി ഒരു ടൈപ്പ് ഓഫ് ഇതായിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു 6 മാസം മാത്രമാണ് ഈ ഒരു സമ്മർ കിട്ടുന്നത്. അഗൈൻ അതിലും ഒരു 3 മാസം മഴയും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ഒരു 3 to 4 മാസം മാത്രമേ നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു വാം ഇത് കിട്ടുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒത്തിരി എല്ലാവരും മെജോറിറ്റി ഓഫ് എന്താ പറയുക ആൾക്കാരും ആ ഒരു സമയത്ത് എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ തന്നെയും അവർ പൈസ കൊടുത്തിട്ട് ചെടിയൊക്കെ മേടിച്ച് എല്ലാം വയ്ക്കും. പൂവുണ്ടാവും, കായുണ്ടാവും. 3 മാസത്തിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് മുഴുവനും അങ്ങോട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ അതൊരു ഭയങ്കര വേദനാജനകമായ കാഴ്ചയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രകൃതി
അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അപ്പം അതായത് എത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയും കഠിനമായിട്ടുള്ള വിൻ്റർ അല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടൊരു സമ്മർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും, എല്ലാ സിറ്റുവേഷൻസും, നത്തിങ് ഈസ് പെർമനൻറ്റ്, റൈറ്റ്? അപ്പം അതുകൊണ്ട് തന്നെ അത് വീണ്ടും എന്താ പറയുന്നത്, വീണ്ടും പൂത്ത് തളർത്ത് വരുന്ന പ്രകൃതിയെ പോലെ വീണ്ടും കാര്യങ്ങളെല്ലാം സന്തോഷത്തിലും സമൃദ്ധിയിലും, എന്താ പറയുന്നത്, അഭിവൃദ്ധിയിലും സംതൃപ്തിയിലും, അതെ എന്നൊക്കെ പറയുന്ന പോലെ വരാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കണ്ട് പഠിക്കേണ്ട പാഠങ്ങളാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വീണ്ടും ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെ ഈ ഒരു സ്പ്രിങ് ഓർ സമ്മർ 2024 ഞാനും ആരംഭിക്കുകയാണ് പതിവ് പോലെ. അത് ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീടാണ്. ഞാൻ എൻ്റെ പുതിയ വീട് മേടിച്ചിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ആ വീട്ടിൽ ഞാൻ ചെടികൾ വെക്കാന്നൊക്കെ പറയാൻ എൻ്റെ 10 വർഷത്തെ ഡ്രീമാണ് എൻ്റെ സ്വന്തം വീട്ടിൽ ചെടി വെക്കാന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കാനഡയിൽ ഒരു വീട് ഒറ്റയ്ക്ക് മേടിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കുള്ള ചെടികളൊക്കെയാണ് ഞാനിങ്ങനെ ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെടികളൊക്കെ ഞാൻ ഒരുമാതിരിയൊക്കെ മേടിച്ചു. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സെയിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എനിക്കൊരു റോസ്മേരിയുടെ പ്ലാന്റ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റോസ്മേരി പ്ലാന്റ് ആയിട്ട് ഞാൻ ഇവിടെയെങ്കിലും കണ്ടില്ല. നോക്കട്ടെ. പിന്നെ ഇവിടുത്തെ വേറെ വേറെ കാഴ്ചകളും എന്തൊക്കെ തരം ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്, കൃഷിനെ സ്നേഹിക്കുന്നവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഞാൻ ഏകദേശം ഇങ്ങോട്ടേക്ക് എത്തി. എവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യണം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തൊക്കെ ഉണ്ട്. എല്ലാവരും കൈൻഡ് ഓഫ് ക്രൗഡഡ് ആണ്. സോ യാ, ദാറ്റ്സ് ഓക്കെ. I can park somewhere. Then crowded ആണല്ലോ. Okay, so I will to find something. ഫസ്റ്റ് നമ്മൾ കനേഡിയൻ ടയറിൻ്റെ ഗാർഡൻ സെൻറ്ററിലോട്ടാണ് പോകാൻ പോണേ. കനേഡിയൻ ടയർ, ഞാൻ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ നേരിട്ട് കാണിക്കും. ആദ്യത്തെ നമ്മുടെ കനേഡിയൻ ടയറിൻ്റെ ഗാർഡൻ സെൻ്ററാണ്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഈ സംഭവം കണ്ടോ, നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ ഇടാൻ പറ്റുന്ന റോക്സ് ആണ്. ചെറിയ കല്ലുകൾ വിൽക്കാൻ വെച്ചേക്കുന്നത്. മുറ്റമൊക്കെ ചെയ്തിട്ട് കല്ല് കിട്ടത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടക്കല്ലുകൾ. കുറച്ച് ചെടികളുണ്ട്. ഇത് നോക്കിയാൽ പോലെ ഉരുള മുട്ടൻ കല്ല്. ആദ്യം എന്തൊക്കെയുണ്ടെന്നൊന്ന് ഫുള്ള് ചെക്ക് ചെയ്യട്ടെ. ദെൻ ഇത് നമ്മുടെ ഫ്രാൻസ് ആണ്. ചെടിയാണ് ഹൈഡ്രാഞ്ചി. സോ എനിക്ക് ആകെ മനസ്സിലായ ഒരു ചെടി അതാണ്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. സോ ഇതും ആ ഒരു കാറ്റഗറി വരുന്നതാണ് ഹൈഡ്രാഞ്ചി.
ഇത് നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അങ്ങനെ വന്നപ്പോഴാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് ആപ്പിൾ ട്രീസ് ആണ്. ആപ്പിൾ അല്ല, ഇത് പെയർ. ഇതും പെയർ. ആപ്പിൾ അല്ല, പെയറാണ്. പെയർ മരങ്ങളാണ്, കുഞ്ഞതാണ്. വലിയ മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നട്ട് പിടിപ്പിക്കുക. അതിൻ്റെ വില വരുന്നത് 100-120 ആയിരിക്കും. ഇത് വില കാണിച്ചിട്ടില്ല എത്രയാണോ എന്തോ. അല്ല, ഇവിടെ ഉണ്ട് $69. അത് നല്ല പ്രൈസാണല്ലോ. അപ്പോൾ ഇത് സെയിൽ കിടക്കുന്ന കേട്ടോ. $69. ഇത് വന്നിട്ട് $69. സോ ദിസ് ഇസ് ഓൺ സെയിൽ. വന്നിട്ട് ഇത് നമ്മുടെ കാനഡയുടെ മേപ്പിൾ ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ചെടിയാണ് മേപ്പിൾ പ്ലാന്റ്. മേപ്പിൾ പല വെറൈറ്റീസും ഉണ്ട്, പക്ഷേ ഇവർക്ക് ഒന്നേ കാണുന്നുള്ളൂ. മേപ്പിൾ $149. അതും നോട്ട് ബാഡ് പ്രൈസ് ആക്ച്വലി. ആപ്പിൾ നോക്കിയത് താണ്ട ഇപ്പോഴാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ആപ്പിൾ ട്രീ ഇവിടെ ഉണ്ട്. $81. The apple plant. Cool. ഇതൊക്കെ എന്തുവാണ് ദൈവമേ? ചെറി. ഇത് ചെറിയാണ്. ചെറി പ്ലാന്റ്. ഇതും ആപ്പിളിൻ്റെ വേറെ എന്തോ ഒരു വെറൈറ്റിയാണ്. എംപയർ ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതും ഒരു ആപ്പിൾ ട്രീസാണ്. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം വില കുറവാട്ടോ. സാധാരണ ഇതിൽ ഇതിനേക്കാളും കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിപ്പം പല ടൈപ്പ് റോസസ് കാണുന്നുണ്ട്. ഇത് നല്ല പ്രൈസാണ്. റോസസ് ആക്ച്വലി $26. $26.99 ഉള്ള റോസുകളാണ് കാണുന്നത്. റോസസ് പല കളറൊക്കെ ഉണ്ട്. റോസസ് ഇങ്ങനത്തെ പൂവുണ്ട്, നല്ല തിക്കായിട്ടുള്ള പൂവാണത്. ഇത് റെഡ് റോസാണ് താഴെ കാണുന്നത്. റെഡ് റോസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടി തന്നെയാണ്. പിന്നെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഇത് റോസാണ്. ഇതുമാതിരിയുള്ള പൂവ് നല്ല റോസാണ്. റോസസ് പല കളറിലെ റോസസ്. ഇത് റെഡ് മേപ്പിൾ. ഇറ്റ്സ് കോൾഡ് ജാപ്പനീസ് മേപ്പിൾ എന്നാണ് വിളിക്കുന്നത്. നല്ല റെഡായിട്ട് ഇരിക്കുന്നത്. പച്ച കളറല്ല, ഇല പച്ച കളറാണ്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. സോ റോസ് ആക്ച്വലി നല്ല പ്രൈസാണ്. $25. ഇതെന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോ സംഭവമാണ്. വാട്ട് ഈസ് കോൾഡ്? I don't know. വായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ്. ഇതെന്തോ ഇലച്ചെടി പോലെ നിൽക്കുന്നുണ്ട്, പക്ഷെ കാണാൻ ഭംഗിയുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ തൂക്കിയിടാം. ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തൂക്കിയിടാൻ പറ്റുന്ന ചെടികളാണ് ഈ സെറ്റ് കാണുന്നത് മുഴുവനും. നല്ല പല കളറിലും ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഈ സൈഡിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട്. ഇത് നാട്ടിലെ ഈ കോസ്മസ് എന്നൊക്കെ പറയുന്നൊരു പൂക്കളുമായിട്ട് സാമ്യമുണ്ട്, പക്ഷേ ഇതല്ല. ഗോൾഡ്, ഇതിൻ്റെയൊക്കെ പേര് ഗോൾഡ് ബ്രോൺസ്. I have no idea. Yeah. കുറേ സാധനങ്ങൾ. ഈ ചെടി ഞാൻ നാട്ടിൽ കണ്ടുണ്ട്. So cool.
ഇവിടുത്തെ പണിക്കാരനാണെങ്കിൽ പാവം നനച്ചൊക്കെ വെക്കുക. ഇത് നമ്മുടെ നാട്ടിലെ മുയൽ ചെവിയൻ എന്ന് പറയുന്ന സാധനമല്ലേ അല്ലേ? മുയൽ ചെവിയൻ സോ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇത് പിയോണീസാണ്. പിയോണീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ മാത്രം പൂവുണ്ടാവും. നല്ല വലിയ പൂവാണ്. ഇതുകൊണ്ടോ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഇവിടെ വെള്ളയുണ്ട്. പക്ഷേ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്പ്രിങ് ഒരു മാസത്തിൽ ചെടി ഇങ്ങനെ വലുതായി പൂവുണ്ടായിട്ട് മൊത്തം ഡ്രൈ ആയി പോവും പിന്നെ. സോ അതാണ് പിയോണീസ്. അത് നല്ല പ്രൈസാണ്, $10 ഉള്ളൂ. ഇതും പിയോണീസാണ്. പിയോണീസ് ഒരു ക്യാറ്റ് ഓണറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് അറിയാമോ? കണ്ണി കണ്ട ചെടികൾ മുഴുവനും മേടിക്കാൻ പറ്റത്തില്ല. പൂച്ചകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അലർജി എന്നുള്ളത്. പൂച്ചകൾക്ക് ഇങ്ങനെ ചെടിയൊക്കെ തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ കണ്ടുപിടിക്കണം. പൂച്ചകൾക്ക് അലർജി ആയിട്ടുള്ള ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത് വളരെ കോസ്മോസിനാണ് വൈറ്റ്. ഇത് വളരെ തിക്കായിട്ട് ഇങ്ങനെ നിറച്ച് പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. ഇത് ഞാൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിങ്കും പർപ്പിളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഡെയ്സി, നമ്മുടെ ഡെയ്സി ചെടിയാണിത്. അത് കേട്ടിട്ടില്ല? ഓർമ്മ ധൻവാസന്ത നന്ദന ചോട്ടിൽ ഒരു പുഷ്പം മാത്രം. അതാണ് ഡെയ്സി. അങ്ങനെ അത് അപ്പം കിടക്കുമായിരുന്നു. കണ്ടില്ലല്ലോ എന്ന്. ഇത് ഫ്രൂട്ട്സ് ആണ്. ഇത് വന്നിട്ട് റാസ്ബെറി ഫ്രൂട്ടാണ്. ഇത് $13 ഒരെണ്ണം മേടിച്ചാലോ? ഓൾറെഡി കായും ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഇത് ചിലപ്പോൾ മേടിക്കാൻ ചാൻസ് ഉണ്ട്. റാസ്ബെറി കാൽഗറ്റ് വൺ റാസ്ബെറി ഫോർ ഷുവർ. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റാസ്ബെറി കണ്ട പച്ച കളറിൽ ഉണ്ടായി കിടക്കുന്നുണ്ടോ റാസ്ബെറി? ഇത് റാസ്ബെറിയാണ്. നമുക്ക് സ്മൂതിയിലൊക്കെ ഇടാൻ പറ്റിയ ഫ്രൂട്ടാണ് റാസ്ബെറി. ആൻഡ് ഇതിലിതേ ബ്ലൂബെറീസ് ഉണ്ട്, ബ്ലാക്ക് ബെറീസ് ഉണ്ട്. ബ്ലൂബെറീസ് ഞാൻ 2 നട്ടിട്ടുണ്ട്, പക്ഷെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ബ്ലൂബെറീസ്, ഇത് ഹണിബെറി. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല. ബ്ലൂബെറീസൊക്കെ എനിക്കറിയാം, ബട്ട് ഹണിബെറി ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ഇത് ഗൂസ്ബെറി എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. ഇത് ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഗൂസ്ബെറി. ഇതൊക്കെ ലൈക്ക് അധികം വലിയ ഒത്തിരി മരം പോലെ ആവുന്നതല്ല, ഷ്രബ്സായിട്ട് ഇതിൽ അങ്ങനെ നിന്നിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നൊരു ചെടികളാണ്. So then finally this is strawberry. Strawberry is actually on good price, $3 only. $3. It's good price. ഇവിടെ നമ്മൾ ഗാർഡനിലൊക്കെ ഇങ്ങനെ പണിയാനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, പിന്നെ ഈ റണ്ണേഴ്സ് ഉണ്ടാവില്ലേ, ഇപ്പം നമ്മുടെ പാവയ്ക്ക, പടവലങ്ങ എന്നൊക്കെ പറഞ്ഞാൽ റൺ ചെയ്ത് പോകുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന സ്റ്റാൻഡ് പോലത്തെ സാധനങ്ങളാണ് ഇത്. നിറച്ച് പറമ്പൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. ഇത് ഹെർബസിൻ്റെ ഒരു സെക്ഷനാണ്. ഹെർബൽ പ്ലാന്റ്സ്, ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ തുളസി അല്ല, ഇവിടുത്തെ രീതിയിലുള്ള പല പല സാധനങ്ങളാണ്. ഇതിൻ്റെ പേര് എന്തോ ടൈപ്പ് ഓഫ് ബേസിലാണ്, പക്ഷേ സ്മെല്ലുണ്ട്. ബട്ട് എനിക്കതിൻ്റെ കറക്റ്റ് ഇത് തൈമാണ്. നമ്മൾ സീസണിങ് ആയിട്ട് ചിക്കനൊക്കെ സീസണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് തൈം. സോ ദിസ് ഈസ് തൈം. ദെൻ ഒറിഗാനോ, എല്ലാവരും മാരിനേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒറിഗാനോ. സോ ദേ ഹാവ് സം ഒറിഗാനോ ആസ് വെൽ. ദിസ് ഈസ് ഓൾസോ അഗെയിൻ തൈം. സോ ആൻഡ് എനിക്കിതെല്ലാം ഒന്നും പരിചയമില്ല. ഇത് മിൻറ്റ്, ടൈപ്പ് ഓഫ് മിൻ്റാണിത്. ഇത് മിൻ്റാണ്.
ആൻഡ് ഇതൊരു പാഴ്സലിയാണ്. ദിസ് ഇസ് സെലറി. നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ സെലറി. ഈ കാണുന്നത് സൂര്യകാന്തിയുടെ ചെടിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കളർ പ്ലാന്റ് ഐ തിങ്ക് സോ, അങ്ങനെ എന്തോ ചെടിയാണ്. They have some veggies here. എഗ് പ്ലാന്റ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, ദെൻ കുക്കുംബർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മുടെ പാം. നാട്ടിലാണ് റെഡ് പാം ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഒരു അപ്പനും അമ്മമ്മയും കൂടെ ചെടിയൊക്കെ നോക്കാൻ വന്നേക്കുന്ന നോക്കിയാൽ. ഇത് നാട്ടിലുള്ള ചെടിയാണ്. ദെൻ കോളിയസ്, പല കളർ ഇലച്ചെടികൾ. അത് നല്ല രസമുണ്ടല്ലേ കോളിയസ്.
കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടിയാണ് മേടിച്ചേക്കുന്നത്. നട്ട് നോക്കാം. ഇനി അധികം സ്ഥലം ഇല്ല വീട്ടിൽ ചെടി വെക്കാനായിട്ടും. ഇത് വേറൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത്രയാണ് മേടിച്ചത്. അപ്പോൾ ഇതോടുകൂടെ ഞാൻ ഷോപ്പിംഗ് വൈൻഡ് ചെയ്യുവാണ്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ മേടിച്ചു. വീട്ടിലേക്ക് പോവുക. നല്ല വെയിൽ, നല്ല ചൂട്, എനിക്ക് ദാഹിക്കുന്നു. ഒരു സ്മൂതി മേടിച്ചാലോ എന്നൊരു പ്ലാൻ ഇല്ലാതെ ഇല്ല. ചൂടത്തൊരു സ്മൂതി കഴിക്കുന്നത് എന്തുകൊണ്ട് ഉത്തമമായിരിക്കും. മക്ഡൊണാൾഡ്സിൽ പോയിട്ടൊരു സ്മൂതി മേടിക്കാം. എന്നിട്ട് വീട്ടിലോട്ട് പോകാം. എനിക്ക് കുറച്ച് പ്ലാൻ സ്റ്റാൻഡ്സും കൂടെ വേണമായിരുന്നു ചെടിയൊക്കെ പൊക്കി വെക്കാനാണ്. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അപ്പം ഞാൻ ബോറടിപ്പിക്കാതെ വർത്തമാനം പറയാം. അതായിരിക്കും അതിൻ്റെ ഒരു ശരി. അപ്പോൾ അങ്ങനെ വീണ്ടും ഏറെ പ്രതീക്ഷകളോടുകൂടെ പുതിയൊരു സമ്മറിനെ വരവേൽക്കാനായിട്ട് ഞാനിങ്ങനെ ചെടികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് പുറത്ത്. അപ്പോൾ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, മോസ്റ്റ്ലി സീനിയേഴ്സാണ്, അതായത് സീനിയർ സിറ്റിസൺസ് ആണ് കൂടുതൽ ചെടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോപ്പ് ചെയ്യാനൊക്കെ നടക്കുന്നത്. ഇങ്ങനെ പ്രായമായി നടക്കാനൊന്നും വയ്യ, എന്നാലും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കൈയൊക്കെ പിടിച്ച് വന്ന് ചെടിയൊക്കെ മേടിച്ചോണ്ടൊക്കെ പോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. ഈ ഒരു സമയത്തും അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയും ഒന്നും കണക്കിലെടുക്കാതെ അവരത് വന്ന് ചെയ്യുന്നു. അതൊരു വലിയ കാര്യമാണ്. പുതിയൊരു ജനറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം എന്തുവാണ് പറയുന്നത്, ഒരു കൂടുതൽ ഈ ലാപ്ടോപ്പും വീഡിയോ ഗെയിംസും മൊബൈലും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് വരുമ്പോഴേ കൂടുതലായിട്ട് കുട്ടികളെ പ്രകൃതിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന പോലും ഡെഫിനറ്റ്ലി യൂട്യൂബിലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുവാണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം നമ്മൾ ആ ഒരു ടെക്നോളജി ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസൊക്കെ ഓക്കെ. പക്ഷേ ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം ഞാൻ പറയുന്നത് ഉറക്കമല്ലാതെ നമ്മൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ ഒന്ന് പ്രകൃതിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനോ ഒക്കെ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റേതായിട്ടുള്ള ശരികളാണ് കേട്ടോ, എൻ്റേതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷേ 100 പേരിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുവാണെങ്കിൽ അതെൻ്റെ ഒരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്താ വിശേഷം പറയാനായിട്ട്? വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു സ്മൂതി മേടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. പിന്നെ വൈകുന്നേരം അങ്ങനെ ഞാൻ പുറത്തിറങ്ങത്തുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, നല്ല ചൂടാണ്. 21 degrees 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ 40-45 ഡിഗ്രിയാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ വിൻ്ററിൽ കൂടെ കടന്നു പോയതിന് ശേഷം വിൻ്റർ കയ്യിൽ വരുന്ന സമ്മർ എന്ന് പറയുമ്പോൾ അത് പ്രിറ്റി ഹോട്ടാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് വൺസ് ഒരു വിൻ്റർ കൺട്രിയിൽ നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാലൊക്കെ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്. അധികം നേരം ഇപ്പം ഈ ഒരു 21 ഡിഗ്രി തന്നെ പുറത്ത് കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ ഞാൻ കഥയ്ക്കുന്നത് കണ്ടോ. അതൊരു നമ്മുടെ ഈ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെയും കൂടെ ഒരു കുഴപ്പമാണത്. അത് എല്ലാം ശരിയാക്കണം, എല്ലാം ശരിയാവും. LDF വരും, എല്ലാവരും ശരിയാവും എന്ന് പറഞ്ഞ പോലെ ശരിയാവണം അല്ലേ? ശരിയാവണ്ട അവിടെ പോനാ. ഒരു തണുത്ത എന്തെങ്കിലും മേടിക്കണമല്ലോ. ഞാൻ മക്ഡൊണാൾഡ്സിൽ ഡ്രൈവ് ത്രൂ വന്ന്, ഞാനിപ്പം ഇത് ക്യാമറ എടുക്കുന്നില്ല, ഡ്രൈവ് ത്രൂ വന്നതാണ്. ഡ്രൈവ് ത്രൂ വന്നിട്ട് ഓർഡർ ചെയ്യുക, എന്നിട്ടിത് മേടിക്കും. യൂഷ്വലി മാംഗോ പൈനാപ്പിൾ സ്മൂതിയാണ് മേടിക്കുന്നത്. അത് തന്നെ മേടിക്കും, മാംഗോ പൈനാപ്പിൾ സ്മൂതി. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.